വാളയാർ വിട്ട ഇവർ രണ്ടുപേരും ഒന്നാണ്. രാജീവ് ചന്ദ്രശേഖർ അതായത് ജയിച്ചാൽ ഒരു നല്ല ഗവൺമെന്റ് അവിടെ ഉണ്ടാവും, കേന്ദ്രമന്ത്രിയെ കിട്ടും. രണ്ടാമത്തെ കാര്യം, നോർത്ത് ഇന്ത്യയിൽ സർവീസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ പെൻഷൻ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവിടെ പല കാരണങ്ങൾ കൊണ്ടും ഞാനൊരു കർഷകനാണ്, എനിക്ക് 3 ഏക്കർ വസ്തുണ്ട്, എനിക്ക് കിട്ടൂല. എനിക്ക് 3 ഏക്കർ വസ്തുള്ള കിട്ടൂല. 4 സെന്റ് ഒരു വീടുള്ളവനാണ് കിട്ടുന്നത്, എനിക്ക് തരൂല. അത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ഓഫീസിരിക്കുന്ന നിയമങ്ങളാണ്. പ്രധാനമന്ത്രി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു തരൂല. രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ വരണമെന്നാണ് അഭിപ്രായം. 100% സാർ. മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസം. മോദി ഗ്യാരണ്ടി മാത്രം. വലത് ഇടം ഒന്നാണ്. ഇവിടം ഭരിക്കാൻ പിണറായി വിജയൻ മതി. പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കുറച്ച് നാളായിട്ട് മോദി രണ്ടാം തുടർ ഭരണം നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. പക്ഷെ അത് കേരളത്തിൽ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ അത്രയും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇപ്പോ പാർട്ടി ഏതും ആയിക്കോട്ടെ, ഞാൻ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ പാർട്ടി ഈ 3 സ്ഥാനാർത്ഥികളിൽ വെച്ചിട്ട് തരൂർ തന്നെയാണ് വിജയിക്കാൻ ചാൻസും. തരൂർ വിജയിച്ചാൽ തന്നെയാണ് തിരുവനന്തപുരത്തിന് കൂടുതൽ സാധ്യതകളുള്ളത്. തരൂർ വിജയിച്ചു പോവോ ഇക്കുറിയും? സാധ്യതയുണ്ടോ? ബി.ജെ.പി. ജയിക്കുമെന്ന്. ചിത്രദുർഗയിലെ കർണാടകയിലെ ഇന്ദിരാഗാന്ധിക്ക് ഞങ്ങൾ പുനർജന്മം കൊടുത്തതാണ്. ആ സ്ഥലത്ത് ചിത്രദുർഗയിൽ കയറേ ചെയ്യുന്നില്ല. കർണാടകയിൽ ഏറ്റവും പിന്തുണ സ്ഥലമാണ് ചിത്രദുർഗ. ഇന്ദിരാഗാന്ധിക്ക് ജീവൻ കൊടുത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ മൈൻഡ് ചെയ്യാത്ത ഇവിടെ ചെയ്യും. ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാലേ ജയിക്കാവുള്ളൂ. അല്ല രാജീവ് ചന്ദ്രശേഖർ അങ്ങേരെ ആദ്യത്തെ BPL സെറ്റും ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന GB-യും എല്ലാം വിചാരിച്ച് ചെയ്തത് അങ്ങേരാണ്. ഇന്ന് കർണാടകയിൽ ചുറ്റും ഇന്ത്യ മൊത്തം സംസ്ഥാനത്തിൽ ചെയ്ത BJP സംസ്ഥാനത്തിൽ ചെയ്ത റോഡുകള് വികസനങ്ങള് ഇവർ ഞങ്ങൾ ചെയ്തു. BJPക്ക് ചാൻസേ കൊടുത്തില്ല. I belong to Karmana. We have to go to Karnataka because we didn't have any jobs here. Okay. We have to go there. We have seen Karnataka. Now we are facing lot of crisis. But government jobs are more in Kerala because PSC conducts more examinations than Karnataka. They are not getting job. Though they are qualified, they are not being called. So Rajiv Chandrasekhar varanam. Definitely. Okay. എന്താണ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരോ ശശി തരൂരോ അതോ പന്ന്യനോ? മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല വ്യക്തികൾ തന്നെയാണ്. അക്കാഡമിക്കലായിട്ട് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ അക്കാഡമി പഠിച്ചു പോകുന്നത് പന്ന്യൻ സഖാവ് തന്നെയാണ്. അതുകൊണ്ട് പന്ന്യൻ തന്നെ വരൂ. വിശ്വസിക്കാവുന്ന വരും മാത്രമല്ല, അതിനതീതമായിട്ട് ഓരോ സ്വീകരണ മേഖലയിൽ പോയി കഴിഞ്ഞാലും പേരെടുത്ത് പറയാന്നുള്ള ജനകീയത പന്ന്യൻ സഖാവിനുണ്ട്. അതിൽ സംശയമുണ്ടോ? അക്കാഡമി വേണ്ട, ജീവിതം തന്നെയാണ് അക്കാഡമി. സാധാരണപ്പെട്ടതിന്റെ അവകാശം 3.5 വർഷം അല്ലെങ്കിൽ 40 മാസം കൊണ്ട് പാർലമെന്റിൽ സംസാരിച്ചത് പന്ന്യൻ സഖാവാണ്. 15 വർഷം കൊണ്ട് ശശി തരൂരിന് പറ്റിയതൊന്ന് പറഞ്ഞു തരുക. എന്താണ് മണ്ഡലത്തിലെ അവസ്ഥ? ഇതേ സെയിം അവസ്ഥ തന്നെയാണ് പറയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖർ വന്നാൽ തൊഴിൽ കിട്ടും, ടെക്നോളജി വികസിക്കും, പ്രത്യേകിച്ച് IT മേഖലയിൽ വലിയ ഒരു തരംഗമുണ്ടാവും. ശശി തരൂർ വന്നാൽ അത് മധ്യമേഖലയ്ക്ക് വലിയ ഗുണമാണ്. ശശി തരൂർ വന്നാൽ 15 വർഷം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. 15 വർഷം തിരുവനന്തപുരത്ത് ഇവിടെ ഭയങ്കര വികസനം ഉണ്ടാകും, ലോകത്തോളം ഉയർത്തുമെന്നൊക്കെ പറഞ്ഞാൽ ശശി തരൂർ എന്നൊക്കെ പറഞ്ഞാൽ ശശി തരൂർ അധികാരത്തിൽ നമുക്ക് എല്ലാം അറിയാവുന്നത്, സാധാരണക്കാരനായിട്ട് നോക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശശി തരൂർ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് ശശി തരൂരിന് യാതൊരു കാരണവശാലും ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, തിരുവനന്തപുരത്തുള്ള സാമാന്യ ബോധമുള്ളവർ ആരും തന്നെ ശശി തരൂരിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പന്ന്യനാണോ സാധ്യത? പന്ന്യന് തന്നെയാണ് കൂടുതൽ. സാധാരണക്കാരന്റെ മനസ്സറിയുന്ന ഇത്രയും കഴിവുള്ള 3 വർഷം കാലം ഇവിടെ ഭരിച്ചുകൊണ്ട് 3 വർഷത്തെ തിരുവനന്തപുരത്തിന് ഒരു പേര് ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു സഖാവാണ് പന്ന്യൻ. അപ്പൊ പന്ന്യൻ ഇക്കുറിയും പോകും. എന്താ സാധ്യത തിരുവനന്തപുരം മണ്ഡലത്തിൽ? BJPക്കുള്ള സാധ്യതയുണ്ടോ? പന്ന്യനാണോ രാജീവ് ചന്ദ്രശേഖരാണോ? BJPക്ക് സാധ്യതയില്ല. സാധ്യതയുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. നമുക്കറിയുന്ന പോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ കാലങ്ങളിൽ സഹമന്ത്രിയായിരുന്ന ആൾ എന്ത് ഈ നാടിന് വേണ്ടി ചെയ്തു? ഈ നാട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ കോർപ്പറേറ്റുകളാണ് നിൽക്കുന്നത്. അതിനിടയിൽ സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ മാത്രമാണ്. ശശി തരൂർ 3 വർഷം തുടർച്ചയായി ഈ മണ്ഡലത്തിന്റെ ഹൃദയം കവർന്ന ആളാണ്. ശശി തരൂർ 15 കൊല്ലക്കാലമായി ഇവിടെ നിൽക്കുകയാണ്. എവിടെയാണ് ബാഴ്സലോണ നഗരം? എവിടെയാണ് ഹൈക്കോടതി ബെഞ്ച്? ഇവിടെ ശശി തരൂർ കൊടുത്ത വീടുകൾ കൊടുത്ത അഭ്യർത്ഥനയിൽ പറയുന്ന 15 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം
ഹൈമാസ് ലൈറ്റ് മാത്രമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം പക്ഷേ ശശി തരൂരിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ, ശശി തരൂർ നരേന്ദ്രമോദിയുമായി നടത്തിയ ഏറ്റുമുട്ടലുകൾ, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ 18 എംപിമാരിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അവിടെ അടക്കമുള്ള കാര്യത്തിലില്ല ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കോൺഗ്രസിന്റെ എംപിമാർ പോലും അവിടെ ഇല്ലായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിയിൽ അങ്ങനെയല്ല. പൗരത്വ നിയമ ഭേദഗതിയിൽ ശശി തരൂരാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിച്ചത്. ഇവിടെ അയോധ്യ പ്രശ്നം വന്നപ്പോഴും പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോഴും അടക്കം ഇവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട്, അതായത് രാംലല്ലയുടെ ചിത്രം പങ്കുവെച്ച ശശി തരൂരിനെ വിശ്വാസമില്ല. ഇവിടെ പറയുകയാണ് ഏറ്റവും നല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് വയനാട്ടിൽ അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്? രാഷ്ട്രീയ ചോദ്യം, തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചോദ്യം എന്താണ്? ജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവരുടെ പ്രവർത്തനാക്കനാണ് ഈ നാട്ടിലെ ജനകീയനാണ്, ജനങ്ങളെ നേതാവാണ്, തൊട്ടറിയുന്നു. ആണോ? എന്താ മണ്ഡലത്തിലെ രാഷ്ട്രീയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കും. കാരണം സഖാവ് 3.5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ എം പി ആയിരുന്നു. ഒട്ടനവധിയായ വികസന പ്രവർത്തനം സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. എന്നാൽ കഴിഞ്ഞ 15 വർഷക്കാലം എം പി ആയിരുന്ന ശശി തരൂര് 4 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. ഒരു വികസന പ്രവർത്തനവോ ഒരു കേന്ദ്ര പദ്ധതിയോ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നില്ല. അതുപോലെ BJPയുടെ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് രാജ്യത്ത് ഒട്ടനവധിയായ ഗ്യാരണ്ടികൾ 2 കോടി തൊഴിലവസരം നൽകിയില്ല. അതുപോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നു. ആ ഗ്യാരണ്ടി വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് മണ്ഡലത്തിന്റെ ചിത്രം? മണ്ഡലത്തിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ? കാരണം 15 വർഷക്കാലമായിട്ട് ശശി തരൂരിവിടെ നിന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ കാണാനില്ല. ഇവിടുത്തെ കോൺഗ്രസ് ഭാഗത്ത് ഒരുവരും കണ്ടതായിട്ട് ഇല്ല. പിന്നെ മിക്കവാറും സർവേകളെല്ലാം തന്നെ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരിൽ വരുമ്പോൾ കേന്ദ്രത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രി, അതാണ് തിരുവനന്തപുരത്തിന്റെ വികസനം, ഒരുപാട് വികസനം. രാജീവ് ചന്ദ്രശേഖർ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതുപോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന സ്ഥാനാർത്ഥിയല്ലേ? നാട്ടുകാരനല്ലേ? എല്ലാ സ്ഥലത്തും ഇതുപോലെ പലരും തരൂർ ആദ്യം വന്ന വിസിറ്റിംഗ് വിസയിലല്ലേ? പക്ഷെ തരൂര് പിന്നെ തിരുവനന്തപുരത്തുകാരനായി. തിരുവനന്തപുരത്ത് തന്നെ ആയില്ല. തരൂരിനെ കാണാനില്ല. ഓക്കെ, തരൂരിനെ കാണാനില്ല എന്നാണ്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് സർ? മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ഒന്നും പറയാൻ സാർ. നല്ല കടുത്ത മത്സരമാണ്. എങ്കിലും ആർക്കാണ് അല്പമെങ്കിലും സാധ്യത? പന്ന്യൻ ജയിക്കാനാണ് സാധ്യത. പന്തിന് സാധ്യതയുണ്ട് ഈ 3 സ്ഥാനാർത്ഥികളിൽ. പക്ഷെ പന്തിന് പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമസിയുടെയോ നയതന്ത്ര വൈദഗ്ധ്യത്തിന്റെയോ ഒന്നും ഒരു ഭൂതകാലമില്ല. അത്ര കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ അപ്പം മണ്ഡലം പന്തിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. മണ്ഡലം പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഓരോ പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭത്തിലായാലും കരമനയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ തിരുവനന്തപുരത്ത് വർഗീയ ശക്തികൾ ജയിക്കാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് പാളയത്ത് ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും അമ്പലവും ഒരേ ചുറ്റുവട്ടത്താണ് ഇരിക്കുന്നത്. ഇതിനെ മതിൽ കെട്ടി താർക്കാൻ വർഗീയ ശക്തികൾ തിരുവനന്തപുരത്ത് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ BJP തിരുവനന്തപുരത്ത് ജയിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് തിരുവനന്തപുരത്തെ കുറിച്ച് എന്താ